ഹായ്, ഇസൽ ടോക്സിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ എപ്പോഴും ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്, നമ്മുടെ പാർട്ട്ണർ നമ്മളിൽ അഡിക്റ്റ് ആവണം എന്നുള്ളത്, അതല്ലെങ്കിൽ നമ്മളെ ഭയങ്കരമായിട്ട് സ്നേഹിക്കണം എന്നുള്ളത്. അതിന്റെ മറ്റൊരു ഭാഗമാണ് നമ്മളെ നഷ്ടപ്പെടുമ്പോൾ എന്നൊരു പേടി അവരുടെ ഉള്ളിൽ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള ആ ഒരു ആഗ്രഹം. അത് തെറ്റാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തെറ്റല്ല, നമ്മളെ അവർ വിട്ടു പോകാതിരിക്കാൻ വേണ്ടിയിട്ടൊക്കെ നമുക്ക് അങ്ങനെ തോന്നാറുണ്ട്. അപ്പോൾ നമ്മുടെ പാർട്ട്ണർ നമ്മളെ വിട്ടു പോകുമോ എന്നൊരു പേടി ഉള്ളിൽ സൂക്ഷിക്കുന്ന ഒരാളാണെങ്കിൽ, അതായത് നമ്മൾ അവരെ വിട്ടു പോകുമോ എന്നൊരു ഭയമൊക്കെ അവരുടെ ഉള്ളിൽ ഉണ്ടെങ്കിൽ അത് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റാം? സിമ്പിളായിട്ട് കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ അതെന്തൊക്കെയാണെന്നുള്ളത് ഞാനൊന്ന് പറഞ്ഞുതരാം. ഇതിൽ ഒന്നാമത്തെ കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ചെറിയ മാറ്റം പോലും ഇവർ ശ്രദ്ധിക്കും എന്നുള്ളതാണ്. അതായത് ഇപ്പൊ നിങ്ങൾ പറയുന്ന കുറെ കാര്യങ്ങൾ അതെല്ലാം അവരിങ്ങനെ ഓർത്തു വെക്കും, നിങ്ങൾ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ. അതേസമയം പെട്ടെന്ന് നിങ്ങളുടെ ഡ്രസ്സിങ് സ്റ്റൈലിലോ അല്ലെങ്കിൽ ഒരു ടോട്ടൽ അപ്പിയറൻസിൽ മാറ്റം വന്നു കഴിഞ്ഞാൽ അവരത് പെട്ടെന്ന് ശ്രദ്ധിക്കും. എന്താ പെട്ടെന്ന് മാറിയല്ലോ, ഇതുവരെ ഇല്ലാത്ത മാറ്റങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടല്ലോ, എന്താ പറ്റിയത്, ഇങ്ങനെ അവർ ചിന്തിക്കും. ഇതൊരിക്കലും സംശയത്തിന്റെ ഭാഗമായിട്ട് നിങ്ങൾ എടുക്കരുത്. പകരം നിങ്ങൾക്ക് എന്ത് പറ്റി, എന്തോ പുതിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്, അപ്പോൾ ഇനിയിപ്പോൾ അവര് പോരാന്ന് തോന്നുവോ അല്ലെങ്കിൽ മറ്റാരോടെങ്കിലും ഇഷ്ടം തോന്നുവോ, ഇങ്ങനെ ഒരു പേടിയുള്ളത് കൊണ്ടാണ്. അതല്ലാതെ ഒരിക്കലും ഒരു ഡൗട്ടൊന്നുമല്ല. അപ്പോൾ ഒന്നാമത്തെ കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഉണ്ടാകുന്ന ചെറിയ മാറ്റങ്ങൾ പോലും വളരെ കൃത്യമായി അവര് ഓർത്ത് വെക്കും അല്ലെങ്കിൽ ശ്രദ്ധിക്കും എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മളിൽ നിന്ന് എപ്പോഴും അവർ റീഅഷ്യൂറൻസ് തേടിക്കൊണ്ടേയിരിക്കും. അതായത് നിനക്ക് എന്നെ ഇഷ്ടമല്ലേ എന്നുള്ള ഒരു കാര്യം ഉണ്ടല്ലോ, എന്നെ ഇപ്പോഴും സ്നേഹിക്കുന്നുണ്ടോ, ഈ കാര്യം അവർ ചോദിക്കും. നിങ്ങളുടെ വായിൽ നിന്ന് എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമാണ്, നീ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല, ഈ പറയുന്ന രീതിയിലുള്ള ഡയലോഗ്സ് ഒക്കെ ഉണ്ടല്ലോ, ഇത് കേൾക്കാൻ ഭയങ്കര ഇഷ്ടം അവർക്ക്. അത് കേൾക്കാൻ വേണ്ടി ഇടയ്ക്കിടയ്ക്ക് അവർ ചോദിച്ചുകൊണ്ടിരിക്കും എന്നുള്ളതാണ്. അഥവാ നമ്മളത് പറഞ്ഞില്ലെങ്കിൽ ഭയങ്കര സങ്കടവും. അതായത് ഒരു 2-3 ദിവസം കൂടുന്തോറും ഇവർക്കിത് കേൾക്കണം. അത് ഒന്നെന്താ വെച്ച് കഴിഞ്ഞാൽ, അവർക്ക് പേടിയാണ്. അതായത് നിങ്ങൾ അവരെ വിട്ടു പോകുമോ, ഇനിയിപ്പോൾ അവരോടുള്ള സ്നേഹം കുറഞ്ഞു പോയിട്ടുണ്ടോ, ഈ കാര്യങ്ങളൊക്കെ അവരുടെ ഉള്ളിൽ എപ്പോഴും ഒരു പേടിയായിട്ട് കിടക്കുന്നതുകൊണ്ടാണ് ഇവർ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നതും നിങ്ങളിൽ നിന്ന് കേൾക്കാൻ ആഗ്രഹിക്കുന്നതൊക്കെ. അപ്പൊ അവരെങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളിത് പറഞ്ഞു കേൾക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട്, പറഞ്ഞു കേൾക്കുമ്പോഴത്തേക്ക് ആൾക്ക് ഭയങ്കര സന്തോഷമാണെന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, അത് ഒരു തരം പേടിയാണ്, അതേപോലെ ഒരു തരം ഭ്രാന്താണ് നിങ്ങൾ എന്നുള്ളതാണ്. മൂന്നാമത്തെ ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ മറ്റൊരാളോട് ക്ലോസ് ആവുന്ന സമയത്ത് ഇവർക്ക് ഭയങ്കര ഇൻസെക്യൂരിറ്റി ഫീൽ ചെയ്യും എന്നുള്ളതാണ്. അതായത് ജെലസി ഫീൽ ചെയ്യാന്നൊക്കെ പറയുമല്ലോ, അങ്ങനെയും വേണമെങ്കിൽ പറയാം. ഇപ്പൊ നിങ്ങൾ മറ്റാരോടെങ്കിലും ഒക്കെ ഭയങ്കരമായിട്ട് നന്നായി സംസാരിക്കുക, ഇവരെക്കാൾ കൂടുതലായിട്ട് പ്രാധാന്യം കൊടുക്കുന്നു എന്ന് ഇവർക്ക് തോന്നിയാൽ മതി. അങ്ങനെ കൊടുക്കുന്നുണ്ടാവില്ല, പക്ഷെ ഓവറായിട്ട് നിങ്ങൾ ഒരാളോട് സംസാരിക്കുന്ന സമയത്ത് കുറച്ച് പ്രയോറിറ്റി കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങളിൽ കെയർ ചെയ്യുമ്പോൾ ഇവർക്കത് ഭയങ്കര ഇൻസെക്യൂർ ആയിട്ട് ഫീൽ ചെയ്യും. അതായത് ഇങ്ങനെ ആളെ കെയർ ചെയ്യുന്നത് എന്നേക്കാൾ ഇമ്പോർട്ടൻ്റ് ആണോ ആ ഒരാള്, ഇങ്ങനെയൊക്കെ ഫീൽ ചെയ്യും. ഇവർക്കത് ഒരിക്കലും ഇഷ്ടമല്ല. നിങ്ങൾ ഒരാളോട് അടുത്ത് പെരുമാറുന്നത് പോലും, കുറേ നേരം സംസാരിക്കുന്ന പോലും ഇവർക്ക് ഇഷ്ടപ്പെടില്ല എന്നുള്ളതാണ്. ഇത് ഒട്ടുമിക്ക ആളുകളിൽ നമ്മൾ കാണാറുണ്ട്. അതായത് നമ്മൾ ശരിക്കും സാധാരണ പറയുന്ന കാര്യമുണ്ട്, ഭയങ്കര റിയൽ ആയിട്ടുള്ള റിലേഷൻഷിപ്പാണ്, സ്നേഹമാണ് എന്നുണ്ടെങ്കിൽ അവിടെ ഒരിക്കലും ജലസി ഉണ്ടാവില്ല, അതല്ലെങ്കിൽ ഇപ്പൊ മറ്റാരോടെങ്കിലും സംസാരിക്കുമ്പോൾ ദേഷ്യം വരില്ല, ഇൻസെക്യൂരിറ്റി ഫീൽ ചെയ്യില്ല. ഒരിക്കലുമല്ല. യഥാർത്ഥമായിട്ട് നമ്മൾ ഒരാൾ ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ അവർ മറ്റൊരാളോട് ഒരുപാട് ഓവറായിട്ട് സംസാരിക്കുമ്പോൾ നമുക്ക് ചെറിയ ജലസിയൊക്കെ ഫീൽ ചെയ്യും. എൻ്റെ അറിവിൽ അങ്ങനെയാണ്. എല്ലാവർക്കും ഡിഫറെൻ്റ് ആയിട്ടുള്ള കാഴ്ചപ്പാടായിരിക്കും ഉണ്ടാവുക, പക്ഷെ എൻ്റെ ഒരു കാഴ്ചപ്പാട് അങ്ങനെയാണ്. നമുക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ നമ്മളെക്കാൾ കൂടുതൽ മറ്റൊരാൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതെന്ന് തോന്നുമ്പോൾ നമുക്ക് ചെറിയൊരു ജലസിയും ഇൻസെക്യൂരിറ്റി ഒക്കെ ഫീൽ ചെയ്യും. അപ്പൊ അത് നമുക്ക് നഷ്ടപ്പെടുക എന്നുള്ള പേടി കൊണ്ട് തന്നെയാണ്. അപ്പൊ ഇവിടെ നമുക്കത് കാണാൻ പറ്റും, മറ്റൊരാളോട് ഭയങ്കര ക്ലോസ് ആകുമ്പോൾ ഒരു ഇൻസെക്യൂരിറ്റി ഫീൽ. ഇനി നാലാമത്തെ ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ചെറിയ ആർഗ്യുമെന്റ്സ് കഴിഞ്ഞാൽ പോലും പെട്ടെന്ന് ആ പ്രശ്നം സോൾവ് ചെയ്യണം എന്നവർ വിചാരിക്കും. ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ പ്രശ്നം നിങ്ങൾ തമ്മിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ ഒരു ചെറിയ വഴക്കുണ്ടാവുമല്ലോ, അത് കഴിഞ്ഞ് കഴിയുമ്പോൾ ആളെന്നെ വന്ന് സംസാരിക്കും, നമുക്കിനി അത് വിടാം, ഇനിയിപ്പോൾ ആ പ്രശ്നത്തിന്റെ പേരിൽ ഇങ്ങനെ ഇരിക്കണ്ട, ഞാനത് അപ്പോൾ വെറുതെ പറഞ്ഞാട്ടിന് ഇത് കാര്യമൊക്കെ നിൽക്കണ്ട, ഇങ്ങനെയൊക്കെ അവർ പറയും. അതെന്താ വെച്ച് കഴിഞ്ഞാൽ, ആ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് ഫീൽ ആയിട്ടുണ്ടാവും. ഇനി നിങ്ങൾ അതിങ്ങനെ മനസ്സിൽ കൊണ്ട് നടക്കുമോ, ദേഷ്യമാവോ നിങ്ങൾക്ക്, ഈ ഒരു സംഭവമൊക്കെ ആളുടെ ഉള്ളിൽ ഇങ്ങനെ കിടക്കുന്നതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് അവരോട് ദേഷ്യം വന്ന് നിങ്ങൾ അവരെ വേണ്ടാന്ന് വെക്കുമോ, ഇങ്ങനെ കുറേ സംഭവങ്ങൾ ആളുടെ ഉള്ളിൽ ഇങ്ങനെ ഉണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ആള് പ്രശ്നമൊക്കെ പെട്ടെന്ന് സോൾവ് ആക്കുന്നത്. അവിടെ ഈഗോ ഒന്നും ഉണ്ടാവില്ല, ആൾക്ക് ഈഗോ എന്ന് പറഞ്ഞ സംഭവം ഉണ്ടാവില്ല. എങ്ങനെയെങ്കിലും സോൾവ് ആക്കണം, എനിക്ക് ആള് വേണം, ആ ഒരു സംഭവമായിരിക്കും. അതായത് നിങ്ങൾ അവരെ വിട്ട് നിൽക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് അവരോട് ചെറിയൊരു രീതിയിലുള്ള ദേഷ്യമോ ഇഷ്ടക്കുറവോ അത് അവർക്ക് സഹിക്കാൻ പറ്റില്ല എന്നുള്ളതാ, സ്നേഹക്കൂടുതൽ തന്നെയാണ്. അപ്പോൾ ഇങ്ങനെ കാണുന്നുണ്ടെങ്കിലും നമ്മൾ മനസ്സിലാക്കുക, നമ്മൾ വിട്ടു പോകരുത് എന്ന് അവർ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളത്. ഇനി ലാസ്റ്റ് പോയിന്റ് എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ അകന്നു പോകുന്ന സമയത്ത് അവരുടെ ബിഹേവിയറിൽ തന്നെ ചേഞ്ചസ് വരുന്നുള്ളതാണ്. അകന്നു പോവുക എന്നുള്ളതില്ല, ചെറിയൊരു ഗ്യാപ്പ് ഇട്ടാൽ മതി. ഇപ്പോൾ അവരയച്ച മെസ്സേജിന് നമ്മൾ
കുറച്ച് വൈകിട്ട് റിപ്ലൈ കൊടുത്തു എന്ന് വിചാരിക്കാം, അല്ലെങ്കിൽ ഒരു ദിവസം റിപ്ലൈ കൊടുത്തില്ല എന്ന് വിചാരിക്കാം, വിളിക്കുമ്പോൾ കോൾ എടുത്തില്ല, അങ്ങനെ ചെറിയ രീതിയിൽ ഒരു ഗ്യാപ്പ് നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ ടോട്ടൽ ആൾക്ക് ഭയങ്കരമായിട്ട് ആളുടെ സ്വഭാവത്തിൽ തന്നെ മാറ്റങ്ങൾ വരും. ചിലപ്പോൾ നമ്മൾ പിന്നെ എടുക്കുമ്പോൾ ദേഷ്യപ്പെടും, ചിലപ്പോൾ കരഞ്ഞിട്ടായിരിക്കും സംസാരിക്കുന്നുണ്ടാവുക, ചിലപ്പോൾ പിന്നെ 2 ദിവസത്തേക്ക് ഓൺലൈനിൽ കാണില്ല, ഭയങ്കര സാഡായിരിക്കുക, ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാവും. അപ്പോൾ അത് ആളുടെ ബിഹേവിയറിൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അത് അത്രയും നമ്മളടുത്ത് അഡിക്റ്റ് ആയതുകൊണ്ടാണ്. നമ്മളുടെ ചെറിയ രീതിയിലുള്ള മെസ്സേജ് ലേറ്റ് ആവുന്നത് പോലും അവർക്ക് സഹിക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. അപ്പം നമ്മളത് മിസ്യൂസ് ചെയ്യരുത് കേട്ടോ. അങ്ങനെ അവർ അത്രയും വിഷമിക്കുന്നുണ്ടെങ്കിൽ ഒരിക്കലും നമ്മളതിനെ മിസ്യൂസ് ചെയ്യരുത്. നമ്മൾ മനസ്സിലാക്കുക, നമ്മൾ അത്രയും സ്നേഹിക്കാൻ ഒരാൾ മേ ബി ചിലപ്പോൾ ഉണ്ടാവില്ല എന്നുള്ളത്. അപ്പം അത് മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് പോവുക. അപ്പം ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അവരുടെ പെരുമാറ്റത്തിൽ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അവർക്ക് നിങ്ങളെ ഭയങ്കര ഇഷ്ടമാണ് എന്നുള്ളതാണ്. വിട്ടു പോകരുതെന്ന് ആഗ്രഹിക്കുന്നു എന്നുള്ളതിൻ്റെ ഒപ്പം തന്നെ വിട്ടു പോകുമോ എന്നുള്ള പേടി കൂടി ഉള്ളിൽ കൊണ്ട് നടക്കുന്ന ആളുകളാണ്. സമാധാനമൊക്കെ കുറവായിരിക്കും. അപ്പം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താ? നിങ്ങൾ അവരെ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ളത് അവരുടെ അടുത്ത് പ്രകടമാക്കുക, ഇടയ്ക്കിടയ്ക്കൊക്കെ പറയുക. അവർ ചിലപ്പോൾ ഇൻഡയറക്റ്റ് ആയിട്ടൊക്കെ ചോദിക്കുന്നുണ്ടാവും എന്നെ വിട്ടു പോകുമോ എന്നുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ. അപ്പോൾ നിങ്ങളത് ഡയറക്റ്റ് ആയിട്ട് പ്രൂവ് ചെയ്ത് കൊടുക്കുക. എനിക്ക് നീ വേണം, നിന്നെ എനിക്ക് അത്ര ഇഷ്ടമാണ്. ആ കാര്യങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ഹാപ്പി ആവും എന്നുള്ളതാണ്. നമ്മൾ ഇത്രയും സ്നേഹിക്കുന്ന ആളുകളെ കുറച്ചൊക്കെ നമ്മളൊന്ന് സമാധാനിപ്പിക്കും, സന്തോഷിപ്പിക്കുകയൊക്കെ വേണ്ടേ? അല്ലെ പിന്നെ ലൈഫിൽ എന്ത് കാര്യമുള്ളത്? അപ്പോൾ അതെന്തായാലും നിങ്ങളുടെ മനസ്സിൽ വെക്കുക. അപ്പോൾ എന്തായാലും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അവർക്ക് നിങ്ങളെ ഭയങ്കര ഇഷ്ടമാണെന്നുള്ളതാണ്. കാത്തു സൂക്ഷിക്കുക എപ്പോഴും ആ ഒരു ബന്ധം, അതെപ്പോഴും കൂടെ ഉണ്ടാവട്ടെ, നഷ്ടമാവാതിരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് ഞാൻ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇപ്പോൾ ഇത് കാണുന്ന സമയത്ത് കുറേ പേർക്ക് ചിലപ്പോൾ സങ്കടം ഉണ്ടായിരിക്കും, എൻ്റെ റിലേഷൻഷിപ്പിൽ എങ്ങനെയൊക്കെ ആയിരുന്നു, പക്ഷേ എൻ്റെ ചില മിസ്റ്റേക്കുകൾ കൊണ്ട് അവൾ അല്ലെങ്കിൽ അവൻ എന്നെ വിട്ടു പോയി, പക്ഷേ എനിക്ക് അവർ വേണം എന്നുണ്ട്, എന്നെ ഇത്രയും സ്നേഹിച്ചിരുന്ന ഒരാളായിരുന്നു, എനിക്ക് തിരിച്ച് വേണം എന്നുണ്ട്. ഇങ്ങനെയൊക്കെ കുറേ പേർക്ക് വിഷമങ്ങളൊക്കെ ഉണ്ടായിരിക്കാം. അങ്ങനെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനുള്ള സൊല്യൂഷനൊക്കെ വേണം എന്നുള്ളവർക്കും ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് ഞാൻ നിർത്തുകയാണ്. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്